ഞാൻ പുറത്ത് ജൂഹു ബീച്ചിലൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. പക്ഷേ പുറത്ത് നല്ല മഴയുണ്ട്. അറിയില്ല അവിടെ പോകാൻ പറ്റുമോ, എങ്ങനെയാണ് ട്രാഫിക് ആണോന്നും അറിയില്ല. നോക്കാം. ഇതില്ലേ പുറത്ത് നല്ല മഴയാണ്. ഞാൻ യൂബർ നോക്കി, യൂബറൊന്നും അവിടെ കണക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ട്രാഫിക് ആയതുകൊണ്ടായിരിക്കും. മഴയുമാണ്, നല്ല ഇടിപൊട്ടലോടെ മഴയാണ്. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. നമ്മുടെ ഹോട്ടലിന് താഴെ തന്നെ ഓട്ടോ സ്റ്റാൻഡായിരുന്നു, അവിടെ നിന്ന് കിട്ടി. അവിടെ നല്ല ഇടിപൊട്ടലോടെ മഴയുണ്ട്. ജൂഹു ബീച്ചിലാണ് പോണേ. മഴയത്ത് അവിടെ പോയിട്ട് എന്താ കാട്ടുകയെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല. എന്നാലും പോയി നോക്കാം. നല്ല ട്രാഫിക്കാണ് ഇവിടെ. അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളത്. ട്രാഫിക്കിലായതുകൊണ്ടാണ് കണ്ടത്. റോഡെല്ലാം തിരക്കാണ്. വിനായക ചതുർത്ഥിയുടെ ബ്ലോക്കാണ്, അതാണ് ഇവിടെ നിർത്താൻ പറ്റിയത്. ഇപ്പോൾ ഞാൻ ജൂഹു ബീച്ചിലാണ് ഉള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, വിനായക ചതുർത്ഥിയായിട്ട് ഫുള്ള് ബിസിയാണ്, തിരക്കാണ്. നമ്മളിപ്പോൾ ബാന്ദ്രയിലോട്ട് പോവാണ്. ബാന്ദ്രയിൽ നമ്മുടെ എന്താ പറയുക, മന്നത്തിൽ ഷാറുഖ് ഖാൻ്റെ ഹൗസ് ഉണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം പോയിട്ട്. ഞാൻ ബാന്ദ്രയിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ജൂഹു ബീച്ചിലെ കാഴ്ച. ഇതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്. അത് ഓൾറെഡി ഫോട്ടോസ് എല്ലാം എടുക്കാൻ ആൾക്കാരുണ്ട്. ധരിച്ചു. ഇതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്. ബാന്ദ്രയിലുള്ള മന്നത്തെന്ന വീടിൻ്റെ പേര്. നേരെ ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഭയങ്കര തിരക്കാണല്ലോ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്.
അവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്, നമുക്ക് ഇരിക്കാം. നമ്മളിപ്പോൾ അങ്ങനെ ബാന്ദ്ര ബീച്ചിലാണ് ഉള്ളത്. ഇവിടെയും തിരക്കാണ്. ആ ശില്പങ്ങൾ കടലിൽ കരയ്ക്കാനുള്ള തിരക്കാണ്. അതിന് ടൈമാണ്. സോ ഇവിടെ ഫുള്ള് ബിസിയാണ്. ഇത് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ നേരെ വീടിൻ്റെ ഫ്രണ്ടിലെ ബീച്ചാണ് ബാന്ദ്ര ബീച്ച്. ഉണ്ടല്ലേ, ഇവിടെയും നല്ല തിരക്കാണ്. ഈ ബീച്ചിൽ നല്ല തിരക്കാണ്. ബീച്ചിലോട്ട് ആരെയും കടത്തി വിടുന്നില്ല. അവർ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും വെളിയിൽ നിന്ന് വേറെ ആരെയും കടത്തി വിടുന്നില്ല. ഇതാണ് ബാന്ദ്ര ബീച്ചിൻ്റെ ഒരു നൈറ്റ് അപ്പിയറൻസ്. ഇവിടെ ഈ വരുന്ന ഏരിയയിൽ ഷാറുഖ് ഖാൻ്റെ വീട് മാത്രമല്ല, ഒരുപാട് പ്രബലരുടെ വീടുകളുണ്ട്. ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആരുടെയൊന്നും അറിയില്ല. ഇഷ്ടംപോലെ വലിയ വലിയ പാലസുകളും വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ വീട്. ഗൈസ്, ഞാനിത് ഇപ്പം എൻ്റെ മൊബൈൽ ഒന്ന് ശരിയാക്കണം. സോ ഞാൻ അന്തേരി മൊബൈൽ മാർക്കറ്റ് സൂക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്. എന്താ പറയുക, ഇവനെ എന്നെ കൊണ്ട് പറക്കുവാണ് ഓട്ടോയിൽ. ഞാനിപ്പോൾ അന്തേരി സ്റ്റേഷൻ്റെ അവിടെയുള്ള ഒരു മാർക്കറ്റിലുള്ള സൂക്ക്, മൊബൈൽ സൂക്കിലുള്ള അവിടെ മൊബൈൽ എൻ്റെ പറഞ്ഞില്ല തന്നെ വെള്ളം കയറി കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇവിടെ മൊബൈൽ സൂക്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കാണ് മൊബൈലിപ്പോൾ. ഞാൻ മൊബൈൽ റിപ്പയർ ചെയ്ത് കിട്ടി. പുറത്തിറങ്ങിയപ്പോൾ കൊണ്ട് നല്ല മഴ. ഞാനവിടെ ഒരു 1.5 മണിക്കൂറായിട്ട് കാത്തിരിക്കുന്നു. യൂബറൊക്കെ കിട്ടുന്നില്ല, ക്യാൻസലായി പോവാണ്. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഹായ് ഗായ്സ്, അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഞാനിന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും പിന്നെ വന്നപ്പോൾ 4:30 മണിയായി. പിന്നെ ശരി, കുളിച്ചിട്ട് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി ആദ്യം എന്താ പറയുക, ജൂഹു ബീച്ചിലേക്ക് പോയപ്പം നിങ്ങൾ കണ്ടതല്ലേ, ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയാണ്. പിന്നെ അവിടെ പോയിട്ട് എന്താ കാട്ടാന്ന് അറിയില്ല. ശരി, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി. അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും, അവിടെ ഇനി ബിസി ആണെങ്കിൽ വേറെ എവിടെയും പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷേ എന്താ പറയുക, നിങ്ങൾ കണ്ടതല്ലേ, ഇന്ന് ഗണപതി വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഫുള്ള് റോഡ് ഇന്ന് തിരക്കാണ്. ഇന്നവരുടെ ലാസ്റ്റ് ദിവസമാണ്. നമ്മൾ പൂനെയിലെ ഇത് കണ്ടിന്യൂ ചെയ്തതാണ്. ഇന്നവരുടെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഫുള്ള് തിരക്കായിരുന്നു. സോ അതിൻ്റെ തിരക്കും ജൂഹു ബീച്ച് കാണാൻ തന്നെ പറ്റിയില്ല. ഞാൻ പുറത്തുനിന്ന് ദൂരെ നിന്ന് കണ്ടെന്നേ ഉള്ളൂ. അകത്തോട്ടൊന്നും ആരും കയറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാന്ദ്ര ബീച്ചിൽ പോയി. അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷാറൂഖിൻ്റെ വീട്. അവിടെയും കണ്ട് കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എന്താ പറയുക, അന്തേരി സ്റ്റേഷൻ്റെ അവിടെയാണ്, മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ്. അവിടെ പോയിട്ട് എൻ്റെ കുറച്ച് മാർക്കറ്റിലൊക്കെ കയറി ബാഗ് ഇതൊക്കെ നോക്കി. ബാഗ് ഞാൻ എടുത്തിട്ടില്ല.
അഹമ്മദാബാദിൽ ഡെക്കാത്തലോണിലും എല്ലാം പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫോൺ ഞാൻ ശരിയാക്കി. അത് വെള്ളത്തിൽ ഇരുന്നിട്ട് എന്താ പറയുക, ചാർജ് കയറുന്നില്ല, അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. സോ അത് ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചിട്ട് നേരെ നേരെ അവിടെ നിന്ന് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. ഊബറൊന്നും കിട്ടുന്നില്ല, ഊബറൊന്നും ആരും കണക്ട് ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു, കാരണം റോഡ് ഫുള്ള് തിരക്കായതുകൊണ്ട്. സോ അങ്ങനെ ഫൈനലി ഇവിടെ എത്തി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ എത്തി. ഇപ്പോൾ ഇവിടെ 9:30 മണിയായി. ഇനിയിപ്പം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ കിടന്നിട്ട് രാവിലെ എണീച്ച് സൂറത്താണ് നാളത്തെ ഡെസ്റ്റിനേഷൻ, മുംബൈ ടു സൂറത്ത്. സോ ഇവിടെ നിന്നൊരു 290 കിലോമീറ്ററോളം അതുണ്ട്. സോ നാളെ രാവിലെ നേരത്തെ എണീച്ച് പോകണം. അതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്ന് ഈ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇന്ന് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന് കയറിയ പാടെ അതങ്ങ് സൈൻ ഓഫ് പറഞ്ഞ് വിട്ടണമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് വൈകിട്ട് അവിടെ അന്തേരി വന്ന് ചുറ്റിക്കറങ്ങാൻ പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചതല്ല. പിന്നെന്താണ്, പോയപ്പോൾ നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ വീട് കാണാൻ പറ്റി, ഷാറൂഖ് ഖാൻ്റെ വീട് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് വലിയ വലിയ പുള്ളികളുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ല, ഇവർ പിന്നെ അറിയാം. അങ്ങനെയൊക്കെ ഇന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നും ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാണിക്കാൻ, വേറെ ഒന്നുമില്ല. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബറിനെ കണ്ടു. ഒരു സബ്സ്ക്രൈബറല്ല, പുതിയ സബ്സ്ക്രൈബർ 3-4 പേര് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, വഴിനീളം പിന്നെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഫുള്ള് നമ്മുടെ റൈഡേഴ്സ് ആയാലും ഫുള്ള് സപ്പോർട്ടാണ്. ആൾക്കാരൊക്കെ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയാലൊക്കെ ഫുൾ സപ്പോർട്ടാണ്. എന്താ പറയുക, ഭയങ്കര ഒരു എനർജറ്റിക് ഇതാണ്. ഏത് സ്റ്റേറ്റിൽ നമ്മൾ ഇറങ്ങി ഏത് വില്ലേജിൽ കൂടെ വന്നാലും ശരിയാണ്. ഇന്ന് ഞാൻ ഒരുപാട് അത്യാവശ്യം നല്ലൊരു വില്ലേജിലൊക്കെ കയറിയാണ് വന്നത്. എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ട് 2 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചിറക്കി വിട്ട് പിന്നെ ഞാൻ ഉള്ള ഗ്രാമങ്ങളെല്ലാം കയറി. ആ ഗ്രാമങ്ങളെല്ലാം അത്യാവശ്യം കാണുന്നവരൊക്കെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വഴികളൊക്കെ പറഞ്ഞു തന്നു, എവിടെ നിന്ന് വരുന്നു, ഏതാണ്, എങ്ങനെയാണ്, ഫുള്ള് സപ്പോർട്ടായിരുന്നു, ഫുള്ള് പോസിറ്റീവ് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പറ്റി. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സോ ശുഭരാത്രി നേരുന്നു. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ടുമോറോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ഗുഡ് ബൈ.